പൈനാപ്പിൾ പച്ചടിയാക്കണം. പൈനാപ്പിൾ, മത്തങ്ങ, ഏത്തപ്പഴം, മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിക്കാം. കല്ലുപ്പാണ്. തിളച്ചു തുടങ്ങി. വേവട്ടെ. ഇത് കഷ്ണം നല്ലപോലെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അരപ്പ് അരച്ചെടുക്കാം. അതിന് തേങ്ങ, കടുക്, പച്ചമുളകും കൂട്ടിയാണ് അരക്കണേ. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കും. അരപ്പ് ചേർത്തിട്ടുണ്ട്. നല്ലപോലെ നമുക്ക് മിക്സാക്കി കൊടുക്കും. എന്നിട്ട് ആ ഒരു തേങ്ങയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറണ വരെ ചൂടാക്കാം. എന്നിട്ട് പിന്നെ മോരും ചേർത്ത് കടുക് വറുത്തിട്ടാൽ മതി. മോര് ആവശ്യത്തിന് പുളിക്കനുസരിച്ച് മോരും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി ജസ്റ്റ് ഒന്ന് വല്ലാണ്ട് തിളയ്ക്കണ്ട. ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ കടുക് വറുത്തിടാം. അത് ചൂടായി മുന്തിരി ഇട്ട് കുറച്ച് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് പുറത്ത് വീഡിയോ എടുക്കണം. മുന്തിരി ഇട്ട് നന്നായിട്ട് മിക്സാക്കാം. അപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് കണ്ടു. ഇതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കടുക് വറുത്ത് വെളിച്ചെണ്ണയും കടുകും മുളകും കരിവേപ്പിലയും മാത്രമല്ലേ. എല്ലാം കാണിച്ചിട്ട് വെറുതെ ഈ വീഡിയോ ഇങ്ങനെ ലോങ്ങാക്കണ്ടല്ലോ. ഇതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. കടുക് വറുത്തിടാൻ ഭയങ്കര ഈസി. ശരിക്കും ഇങ്ങനെ സദ്യക്കൊക്കെ പൈനാപ്പിളും മത്തങ്ങയും പഴവും കൂടിയാണ് അവർ പച്ചടി ആക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ അതേ രീതിയിൽ ആക്കിയത്. ഇങ്ങനെയാണ് ഞാൻ ആക്കാറ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.